മാന്യ സദസ്സിനു വന്ദനം. പ്രിയപ്പെട്ടവരെ, അച്ഛനും അമ്മയും പിരിയുന്നതിലൂടെ അനാഥമാകുന്ന ഒരു കുരുന്നുബാല്യത്തിന്റെ നൊമ്പരമാണ് ഞാൻ ഇന്നിവിടെ കൊച്ചു മോണാറ്റിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എടി സുമതി, എത്ര നേരമായി നിന്നോടൊരു ഗ്ലാസ് ചായ ചോദിച്ചിട്ട്? എന്താ മനുഷ്യ അവിടെ കിടന്ന് തൊള്ള തുറക്കുന്നേ? ഒരു ഗ്ലാസ് ചായ വേണമെങ്കിൽ തന്നെത്താൻ ഉണ്ടാക്കി കുടിച്ചൂടെ? അവളിത് അത്യാവശ്യപ്പെട്ട് എന്തെടുക്കുക? ഓഹോ, അപ്പ അതായിരുന്നല്ലേ കാര്യം. എന്താടി ഈടിയായിട്ട് വലിയ ഒരുക്കമൊക്കെ? കുറച്ചു നാളായി നിന്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. എവിടേക്കാടി നീ ഒരുങ്ങി കെട്ടിപ്പോകുന്നത്? എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. അമ്മേ, ഇത് കണ്ടോ? എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി. നോക്കമ്മേ, അവളുടെ ഒരു ട്രോഫി. എന്റെ ട്രോഫി ഞാൻ എത്ര സന്തോഷത്തോടെ അമ്മയെ കാണിക്കാൻ ഓടി വന്നതാ. അമ്മ ഒന്ന് നോക്കിയ പോലില്ല. അച്ഛാ, ഇത് കണ്ടോ? പോയിക്കോടെ എന്റെ കൺമുമ്പിൽ നിന്ന്. ആനക്കാര്യത്തിന്റെ അടുത്ത് അവളുടെ ഒരു ചേനക്കാര്യം. അതെ, മുമ്പേ നിങ്ങൾ എന്തോന്ന് മനസ്സിലായെന്നാ പറഞ്ഞത്? മനസ്സിലായെങ്കിൽ കേമായിപ്പോയി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അതുവരെ താനാരാ? കല്യാണം കഴിച്ചെന്ന് കേട്ടി തന്റെ അടിമയൊന്നുമല്ല ഞാൻ. ധിക്കാരി! ആഹാ, ഇന്ന് നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളെന്നെ തല്ലിയല്ലേ? നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തോടെ തന്റെ കൂടെയുള്ള പോർതി ഞാൻ അവസാനിപ്പിക്കും. ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. അതെ, നീ അവിടുന്ന് പോവാൻ പറ്റേ. ഞാനും കുറച്ചു നാളായി ആലോചിക്കുക. നമുക്ക് ഇന്ന് തന്നെ വക്കീലിനെ കണ്ട് ഡൈവോഴ്സിന് ഒപ്പിട്ട് വാങ്ങാം. പക്ഷേ ഒരു കാര്യം, മോളൂട്ടിയെ ഞാൻ എടുക്കും. അങ്ങനെ നിങ്ങൾ മോളെ കൊണ്ടാവുന്ന വിചാരിക്കണ്ട. ചത്താലും ഞാൻ വിട്ടു തരില്ല. എന്നാ നീ തന്നെ എടുത്തോ. ആർക്ക് വേണം ആ അസത്തിനെ? അപ്പോ നിങ്ങളുടെ മനസ്സിലിരിപ്പ് അതായിരുന്നല്ലേ? എന്നാ നിങ്ങൾ തന്നെ എടുത്തോ നിങ്ങളുടെ പുന്നാര മോളെ. ദൈവമേ, ഈ അച്ഛനും അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ഡൈവോഴ്സ് എന്ന് വെച്ചാൽ എന്താ? വേർപിരിയാന്നാണ് അർത്ഥം. ഞാനൊരു അനാഥ പെൺകുട്ടിയായി പോയില്ലേ? ആരെനിക്ക് സ്കൂൾ ബാഗും ബുക്കും ഡ്രസ്സൊക്കെ വാങ്ങിത്തരും? ആരെന്നെ സ്കൂളിൽ ഒരുക്കി വിടും? ആരെനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും? മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നെ നോക്കുമായിരുന്നു. ഇപ്പൊ അവരും മരിച്ചു പോയി. ദൈവമേ, എന്റെ പുന്നാരച്ഛനും അമ്മയും തിരിച്ചു വരണേ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഡൈവോഴ്സ് എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുൻപ് നാം ഒരു കാര്യം ഓർക്കണം. നമ്മുടെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളുടെ ഭാവി എന്താവും? അവർ എവിടെ താമസിക്കും? അവർ ആരുടെ കൂടെ ജീവിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം നാം ഡൈവോഴ്സ് എന്നൊക്കെ ഓർക്കാൻ. നന്ദി, നമസ്കാരം. മത്സരം തുടരുന്നു. നെക്സ്റ്റ് നമ്പർ